ഇവിടെ നീറ്റ് 2017 ക്വസ്റ്റൻ ആണ്. ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒരു സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു സ്പ്രിങ് തന്നിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ സ്പ്രിങ് 3 ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, 3 പീസ് എന്ന് പറയുമ്പോൾ 3ൻ്റെ ലെന്ത് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റേഷ്യോ 1:2:3. 3 ഡിഫറെൻറ്റ് ലെന്ത് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 പീസസിൻ്റെ ലെന്ത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3ൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് K1ഉം ഇത് K2ഉം ഇത് K3 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഈ 3 പീസസ് ആദ്യമേ സീരീസിൽ കണക്ട് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റന്റ് K' എന്ന് കിട്ടി. പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ K" എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ K' K" റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റൻ മനസ്സിലായല്ലോ. 3 ഡിഫറെൻറ്റ് ലെന്തുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്യുന്നു, പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സ്പ്രിങ് കട്ട് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ച് ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ആ ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് K*L = കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. K എന്ന് പറയുന്ന സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്, L എന്ന് പറയുന്ന ലെന്ത് ആണ്. ഓക്കെ, അപ്പോൾ K*L = കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ K ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെന്ത് ആയിട്ട് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് K1:K2:K3 = 1/L1:1/L2:1/L3 ആയിട്ട് എഴുതാമല്ലോ. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് ലെന്തിൻ്റെ റേഷ്യോ അറിയാമല്ലോ, 1:2:3 ആണ്. അപ്പോൾ 1/1:1/2:1/3 എന്ന് വരും. ശരിയല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ LCM 6 അല്ലേ. അപ്പോൾ 6:3:2 എന്ന് വരും. LCM എടുക്കുമ്പോൾ 6:3:2 എന്ന് വരും. അപ്പോൾ K1ഉം K2ഉം K3ൻ്റെ റേഷ്യോ കിട്ടി. ഇനി എന്താ ചെയ്തത്? ആദ്യമേ സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ K' എന്ന് കിട്ടി. സീരീസ് ആകുമ്പോൾ നമുക്കറിയാം ഈ സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റർ പോലെയാണ്. സീരീസ് ആകുമ്പോൾ റെസിപ്രോക്കൽ വേണം ആഡ് ചെയ്യാൻ, പാരലൽ ആണെങ്കിൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ K' ദാറ്റ് ഈസ് സീരീസിലെ കോമ്പിനേഷൻ. അത് 1/6 പ്ലസ് 1/3 പ്ലസ് 1/2 ആയിരിക്കും അല്ലേ. സീരീസിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെയും LCM 6 ആണ്. അപ്പോൾ 1 + 2 + 3 / 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നല്ലേ വരുന്നത്. അപ്പോൾ K' വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി K പാരലൽ ആകുമ്പോൾ നമ്മൾ കപ്പാസിറ്റർ പോലെ തന്നെ ചുമ്മാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ K" എന്ന് പറയുമ്പോൾ പാരലൽ കോമ്പിനേഷൻ ആണ്. അവിടെ ചുമ്മാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ K1 + 2 K2 + K3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 3 + 2 എന്ന് വരും. 6 + 2 + 3 എത്രയാണ്? 6 + 2 + 3 11 ആണ്. അപ്പോൾ 11 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 1/11. ദാറ്റ് ഈസ് K' / K" = 1:11 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ.